100% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു മൂവി തിയേറ്ററിലിരുന്ന് കണ്ടിട്ട്? ലൂസിഫർ ആദ്യത്താണ്. എമ്പുരാനില്ല. എമ്പുരാൻ ഇഷ്ടമായില്ല? ഇഷ്ടമായില്ല. എന്താ അത്? കൊള്ളൂല അതന്നെ. OTT-ൽ റിലീസായ ഒരു സിനിമ കണ്ടപ്പോൾ ഈ പടം തിയേറ്ററിൽ റിലീസായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് തോന്നിയത്? ദൃശ്യം 2. ഒരു ദിവസം ഞാനൊരു സ്ലീപ്പർ ബസ്സിൽ പോകുന്ന സമയത്ത് ഒരു 3 ആൾക്കാരെ എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് പാളയത്ത് വെച്ചിട്ട്. അറ്റാക്ക് ചെയ്യാൻ വന്നേ ഉള്ളൂ, അറ്റാക്ക് നടന്നില്ല. അവർ പുറത്തുനിന്ന് മിഡിൽ ഫിംഗറൊക്കെ കാണിച്ചും കൊണ്ട് ഇറങ്ങിയോളൂ ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളിക്ക് അവിടെ ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായില്ല. കാരണം ഞാൻ മുകളിലാണ്, ഭയങ്കര കൺജസ്റ്റഡ് അല്ലേ, പുള്ളിക്ക് അത്ര ഹൈറ്റും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. പുള്ളി ഫൈറ്റ് ചെയ്യാൻ വന്നത് തോന്നുന്നു. പുള്ളി ഫൈറ്റ് ചെയ്യാൻ തിരിച്ച് പുറത്ത് പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ വീണ്ടും മിഡിൽ ഫിംഗർ കാണിച്ച്. പിന്നെ ഹൈലൈറ്റ് മോളിൽ വെച്ചിട്ട് ഒരു മമ്മൂട്ടി ഫാന് പുള്ളി, നീ കോക്കല്ലേ? ഞാൻ പറഞ്ഞ കോക്കാണ്. നിൻ്റെ ഐഡിയ എനിക്കറിയാം, നീ മമ്മൂക്കയുടെ വിജയിക്കാൻ സാധ്യതയുള്ള സിനിമകൾക്ക് നീ നെഗറ്റീവ് അടിക്കുകയും തിയേറ്ററിൽ വിജയിക്കാത്ത സിനിമകൾക്ക് നീ പോസിറ്റീവും പറയുന്നു. അത് നിൻ്റെ ഐഡിയ ആണെന്ന് എനിക്കറിയാം, നിനക്ക് കാണിച്ചതിനെ പറഞ്ഞു. ഇവർ ഭയങ്കര പ്രശ്നമാക്കുന്നു, പ്രൊഡ്യൂസേഴ്സും സിനിമാക്കാരും. അപ്പം എൻ്റെ ജോലി കളയണം എന്നുള്ളതാണ് അവരുടെ ഒരു ആഗ്രഹം. ഇവൻ്റെ ജോലി കളഞ്ഞാൽ ഇവൻ മെൻ്റലി ഭയങ്കര ഡൗൺ ആവും, പഠിച്ചു നേടിയ ജോലി ഇപ്പോൾ പോവും. അപ്പോൾ ഇവരെൻ്റെ ജോലി കളയാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് ഇടയ്ക്കിടെ കത്തൊക്കെ വരും. അങ്ങനെ ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നത് ഏത് മൂവി റിവ്യൂ ചെയ്തപ്പോഴാണ്? അല്ല, അങ്ങനെ പർട്ടിക്കുലർലി ഇല്ല. ഇപ്പോൾ എന്താ വെച്ചാൽ ചില ആൾക്കാർ ശപിക്കും, ശപിക്കും പ്രാഗെന്ന് പറയും നമ്മുടെ നാട്ടിൽ. നീ നശിച്ചോടാ, ഞാനതാ നീ ഒരിക്കലും ഗുണം പിടിക്കലോടാ, നശിച്ചോടാ പറയും, നീ വഴിയാതരാവിടാ എന്ന് പറയും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ആൻഡ് ബാക്ക് ടു ഇൻ്റർവ്യൂയിലേക്ക് വരുമ്പോൾ നമ്മളിപ്പം ആദ്യം നമ്മൾ ചില ആൾക്കാർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ലേ, അതായത് അല്ലെങ്കിൽ ചില സിനിമകൾ ഇപ്പം സിനിമകളുടെ കാര്യം പറയുമ്പോൾ ഈ പടം കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ നീ എന്തിനാ അങ്ങനെ നെഗറ്റീവ് പറഞ്ഞു, ഇത് നല്ല സിനിമ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന ഏതെങ്കിലും സിനിമകളുണ്ടോ? അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പം കാതൽ, മമ്മൂക്കയുടെ കാതൽ ഞാൻ ഭയങ്കര നെഗറ്റീവ് പറഞ്ഞ സിനിമയാണ്. അതിൻ്റെ ഡയറക്ടർ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇയാൾക്ക് കുറച്ച് ബോധം ഉണ്ടെന്ന് വിചാരിച്ചു, എന്നെ കുറിച്ച് പറഞ്ഞത്. അപ്പം ഇങ്ങനെ പറയുന്നത് വിചാരിച്ചില്ല. അപ്പോൾ കാതൽ എനിക്ക് സിനിമ എൻ്റെ പ്രശ്നമല്ല, അത് എനിക്ക് വർക്കാവാത്ത വെച്ചാൽ എനിക്ക് ഫോഴ്സ്ഡായി തോന്നി. അതായത് അങ്ങനെ പൊളിറ്റിക്സ് ഒരു പിന്നെ ഒരു ഹോമോ പൊളിറ്റിക്സ് പറയാൻ വേണ്ടി അതങ്ങനെയൊന്ന് സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു പ്രൊപ്പഗാൻഡ ഫിലിം പോലെ എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടായിരുന്നു. അപ്പോൾ അത് തീരെ ഇൻറ്റൻസ് ആയിരുന്നില്ല, ഭയങ്കര സൂപ്പർഫിഷ്യലായിരുന്നു. അതായത് അങ്ങനെ ഫോർ ദ സേക്ക് ഓഫ് അത് അങ്ങനെ പൊളിറ്റിക്സ് സംസാരിച്ചേക്കാന്ന് വെച്ചിട്ട് ജിയോ ബേബി അങ്ങനെ സിനിമ എടുക്കുന്ന ആളായിട്ട് എനിക്ക് പുള്ളിയുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടപ്പോൾ തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്കെന്താ പൊളിറ്റിക്സ് വർക്കായില്ല. പിന്നെ പല സീൻസും ഫോഴ്സ്ഡായി തോന്നി. പിന്നെ ആ ഒരു ഹോമോ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല സിനിമയ്ക്കകത്ത്. വെറുതെ മതിലിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് എഴുതി വെച്ചെന്നല്ലാതെ ആ ഒരു സാധനം, ആ ഇമോഷൻ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്നുള്ളതൊന്നും അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ ടെക്നിക്കലിയും ഭയങ്കര വീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. പിന്നെ സൗദി വെള്ളമൊക്കെ ഞാൻ നെഗറ്റീവ് പറഞ്ഞത് അത് തരുണിനൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. കാരണം എന്തുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞെന്നു, ഇങ്ങനത്തെ സിനിമകളും വേണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സിമ്പതി അങ്ങനെ വർക്കൗട്ടാവില്ല പെട്ടെന്ന്. അതായത് ഒരു പ്രായമുള്ള സ്ത്രീയെ കണ്ടാൽ ഇത് പ്രായമുള്ള സ്ത്രീയാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അവരോട് പ്രത്യേക സിമ്പതിയൊന്നും തോന്നില്ല. അവരെന്താണ് അതിലൊരു ഒരു ചെക്കൻ്റെ തലയടിച്ച് പൊട്ടിക്കുന്നതാണ്. അപ്പോൾ അത് അവിടെ തന്നെ സ്ത്രീ ചെയ്ത ഭയങ്കര വൃത്തിയിടാം. അപ്പോൾ പിന്നെ അതിന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി സിനിമ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അവർ എനിക്ക് അവർ കരയുമ്പോൾ ഫേക്ക് ക്രൈ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെ എൻ്റെ പെർസ്പെക്റ്റീവിൻ്റെ പ്രശ്നം. പക്ഷേ സാധാരണ ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പ്രായ സ്ത്രീ, അവർക്ക് സങ്കടം, കരച്ചിൽ, എനിക്ക് അങ്ങനത്തെ ഇത് വർക്കാവില്ല. അപ്പോൾ അതെൻ്റേതായിട്ടുള്ള പ്രശ്നം. ഏതെങ്കിലും ആക്ടേഴ്സിന് ഇതേപോലെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് പിന്നീട് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ച ആക്ടേഴ്സ് ഉണ്ടോ ആക്ടിങ് ലെവലിൽ? അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടോ? അത് അണ്ടർ എസ്റ്റിമേറ്റ് അല്ല, ആദ്യമേ തന്നെ ഓ ഈ പുള്ളി എന്തോ ഈ കാണിക്കണേ, എന്തിനിങ്ങനെ അഭിനയിക്കണേ എന്ന് ചോദിച്ച് തിങ്ക് ചെയ്ത് ലാസ്റ്റ് അവിടെ നിന്ന് പെട്ടെന്ന് ഒരു സഡൻ ചേഞ്ചിൽ വന്നിട്ട് ഒരു അമേസിങ് ആക്ടറായിട്ട് മാറി. സഡൻ ചേഞ്ച് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഗ്രാജ്വലി ഇമ്പ്രൂവ് ചെയ്ത് വന്നായിട്ട് കുറേ പേര് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പ്രണവ് തന്നെ ഇപ്പം ലാസ്റ്റ് DSC കണ്ട സമയത്ത് എനിക്ക് നല്ല ഇമ്പ്രൂവ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ദുൽഖർ ഇവരൊക്കെ അങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു. പിന്നെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രാക്ടീസാണ്.
അപ്പം മമ്മൂക്കനെ പറഞ്ഞിട്ടുണ്ട് പുള്ളി ആദ്യകാലത്തുള്ള പോലെയല്ല, പുള്ളി ആഗ്രഹ നടനാണ്, ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ ക്യാമറയായിട്ട് അത്രയും ഫെമിലിയസ് ആവുക, സെറ്റായിട്ട് ഫെമിലിയസ് ആവുക, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ കാര്യം തന്നെ ചെയ്യുമ്പോൾ നമുക്കതിലൊരു ഫ്ലുവൻസി വരും. അപ്പം അങ്ങനെ ഒരുവിധം നടന്മാർക്കെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ തീരെ അത്രയും ഗതികെട്ട ആൾക്കാർ ഫീൽഡൗട്ടായി പോയിട്ടുണ്ട്. അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് അത്രയും പറ്റണില്ല. അതുകൊണ്ടാണ് ഇപ്പൊ മൂവി റിവ്യൂ ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു റിയൽ ലൈഫിൽ അശ്വന്ത് കോക്ക് എങ്ങനെയുള്ളൊരു ക്യാരക്ടർ? അതായത് ഇതുപോലെ ഭയങ്കര സീരിയസ് ആയിട്ട് ഉള്ള ഒരാളാണോ, അധികം ചിരിക്കാത്ത? അല്ലല്ല, ഞാൻ ഒട്ടും സീരിയസ് അല്ല. അല്ലേ? അല്ലല്ല, ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണോ, അല്ലെങ്കിൽ ആംബിവേർട്ട് ആണോ, അല്ലെങ്കിൽ ഇൻട്രോവേർട്ട്? അല്ല, എൻ്റെ അത്രയും സേഫ് ആയിട്ടുള്ള ഒരു സോണിൽ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. ഞാൻ എന്തും കാണിക്കും. പക്ഷെ അങ്ങനത്തെ സോണ് വളരെ റെയറായിട്ട് ഉണ്ടാവുള്ളൂ. ഞാൻ പല അധികം ഒറ്റയ്ക്കാണ്. അപ്പോൾ അല്ലാതെ ഇപ്പോൾ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ പുറമേ ആളുകൾ കാണുമ്പോൾ എൻ്റെ റിയൽ ജെന്യൂൻ ക്യാരക്ടറല്ല, അതായത് ഞാൻ ഫേക്കായിട്ട് നിൽക്കുന്നതല്ല. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കണക്ഷൻ കിട്ടാൻ അല്ല, ഞാൻ കുറച്ച് ഡിറ്റാച്ച്ഡ് ആവും. ഓക്കെ. ആൾക്കാരായിട്ട് ഭയങ്കര ഡിറ്റാച്ച്ഡാണ്. പിന്നെ ഈ സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്, സ്റ്റേജ് ഫിയർ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ പിന്നെ ഞാൻ ഭയങ്കര സെൽഫ് സെൻ്റേർഡ്. ഞാനിങ്ങനെ ഇരിക്കുക, അങ്ങനെ മടിയനായിട്ട് ഇരിക്കുന്നതാണ് എൻ്റെ രീതി. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ താല്പര്യമില്ല. ഇപ്പോൾ യാത്ര ചെയ്യാൻ താല്പര്യമില്ല, എവിടെയും പോകാൻ താല്പര്യമില്ല, പുറത്തേക്ക് പോകാൻ താല്പര്യമില്ല, അതൊക്കെ മടിയാണ്. അപ്പോൾ നമ്മൾ അല്ല, എഫേർട്ട് എടുക്കണ്ടേ, നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യണം, വണ്ടി സ്റ്റാർട്ട് ചെയ്യണം, പോകണം, അങ്ങനെ ഞങ്ങൾക്ക് മടിയാണ്. വയ്യ എനിക്ക് തന്നെ പേഴ്സണലി വയ്യ. ഈ വയ്യ എന്ന് പറയുമ്പോഴാണ് വയ്യ, OMKV, അങ്ങനെ കുറെ വേർഡ്സും ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഫെമിലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ തന്നെ ഇൻട്രൊഡ്യൂസ് എന്ന് ഞാൻ പറയുന്നത്, നമ്മൾ തന്നെ ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന, ഫെമിലിയർ ആക്കി കൊടുക്കുന്ന വേർഡ്സൊക്കെ അവർ പല സ്ഥലങ്ങളിലെ ആൾക്കാരിങ്ങനെ യൂസ് ചെയ്ത് കാണുമ്പോൾ എന്താ തോന്നുന്നു? കാരണം OMKV ഒക്കെ ഭയങ്കര ട്രെൻഡായി സിനിമയിൽ യൂസ് ചെയ്യാറുണ്ട് കുറേ. അപ്പോൾ ഇത് ആൾക്കാരിലേക്ക് ഇത്രയും റീച്ച് ഉണ്ട് നമുക്ക് മനസ്സിലാകുമ്പോഴൊരു സന്തോഷം, തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാവും. എന്താണ് ഈ പബ്ലിക് സ്ഥലങ്ങളിൽ അങ്ങനെ അധികം കാണാറില്ല? ഫങ്ഷൻസ് എടുക്കാത്തയാണോ? അല്ല, എനിക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മളൊരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ അല്ലാതെ ഇപ്പോൾ വലിയൊരു ഗാദറിങ് ആണെങ്കിൽ ഞാൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കും. കാരണം ഇത്രയും ആൾക്കാർ, അവർ ക്വസ്റ്റ്യൻസ്, അവരിടപെടുന്ന, അങ്ങനെ സ്റ്റേജിലിരുന്ന് ഇങ്ങനെ ആൾക്കാരെ കാണുന്നത് തന്നെ എനിക്കൊരു മാതിരിയാണ്. അപ്പോൾ ഞാൻ ബേസിക്കലി അങ്ങനത്തെ ഇതിനൊന്നും പോകാറില്ല. പിന്നെ അത്രയും ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് നോ പറയാൻ പറ്റാത്തതാണെങ്കിൽ, ഇപ്പം എസ്പെഷ്യലി ഇപ്പം സർക്കാർ പരിപാടിയൊക്കെ ആകുമ്പോൾ ഞാൻ പോകാറുണ്ട്. അങ്ങനത്തെ പരിപാടിക്ക് ഇപ്പോൾ ഞാൻ കോഴിക്കോട് മറ്റേ റീജിയണൽ ഫിലിം ഫെസ്റ്റിവലിന് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ നമുക്ക് അങ്ങനെ നോ പറയാൻ പറ്റില്ല, കാരണം ഒരു ഒഫീഷ്യൽ പ്രോഗ്രാം അല്ലേ. അപ്പം അല്ലാതെ ഞാനിങ്ങനെ പോകാറില്ല. അല്ലാണ്ട് ഇങ്ങനെ ലൈഫിൽ നോ പറയാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരാളാണോ? ഞാൻ ഒറ്റയടി നോ പറയും. മുഖത്തൊക്കെ പറയും. ഓക്കെ. അതെങ്ങനെയാ ഒരു ഗട്ട്സ് വരുന്നത്? ആ ഗട്ട്സ് അല്ല, എനിക്ക് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. അതായത് നോ പറഞ്ഞാൽ കഴിഞ്ഞു, അവിടെ ഫുൾ സ്റ്റോപ്പ് ആയി. അത് എക്സ്പ്ലനേഷൻ കൊടുത്ത് അത് ഇന്ന കാരണം കൊണ്ട് അങ്ങനെ പറയണ്ടല്ലോ. അങ്ങനെ നോ പറയും. ഇങ്ങനെ ഒരു ക്യാരക്ടർ വെക്കുന്നുണ്ടേ, അതൊരു സേഫ് സോൺ, അതായത് നമുക്ക് തന്നെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്യാറുണ്ട്? അതായത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് കമ്പനി ആകുമ്പോൾ എല്ലാവരും വന്ന് നമ്മളോട് സംസാരിക്കും, നമ്മുടെ തലയിൽ കയറിയിരിക്കും. നമ്മളൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുമ്പോൾ നമ്മളും സേഫാണ്, അവരും സേഫാണ്, അങ്ങനെ തോന്നുന്നു. അങ്ങനെ ഇന്റൻഷൻ വെച്ചിട്ടല്ല, ഞാൻ നാച്ചുറലി അങ്ങനെയാണ്, അതുകൊണ്ട് അങ്ങനെ ആയിരുന്നുള്ളൂ. അല്ലാതെ ഇങ്ങനെ ആൾക്കാരെങ്ങനെ തലക്കാരെന്ന് വെച്ചിട്ട് അങ്ങനെ മാറ്റി നിർത്തിയൊന്നുമല്ല. ഇല്ല, പിന്നെ അങ്ങനെ അപ്രോച്ചബിൾ അല്ല. ഈ റീ റിലീസുകളുടെ ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ, നമുക്ക് ഒരുപാട് സിനിമകൾ റീ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഒരു പേഴ്സണൽ ഹാപ്പിനെസ് തോന്നിയത് ഏത് സിനിമയുടെ റീ റിലീസിനായിരുന്നു? രാവണപ്രഭു. അതാ 30 മിനിറ്റ്. അത് പിന്നെ ഞാൻ റിലീസ് ചൂസ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് ആയിട്ട് കമ്പയർ ചെയ്ത് പറയാൻ പറ്റണം. ഞാൻ ഓൾറെഡി ചെറുപ്പത്തിലോ അല്ലെങ്കിൽ എൻ്റെ യങ് ഏജിലോ ടീനേജിലോ കണ്ട ഒരു സിനിമ വീണ്ടും കാണുമ്പോൾ എനിക്കത് സംസാരിക്കാൻ പറ്റും. അല്ലാതെ പണ്ട് ഞാൻ കാണാത്തൊരു സിനിമ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട് ഞാൻ എന്ത് പറയാനാ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സമ്മറിൻ ബദലായി ഇറങ്ങി ഞാൻ കാണാൻ പോയിട്ടില്ല, അത് ഞാൻ മുമ്പ് തിയേറ്റർ കണ്ടിട്ടില്ല. പിന്നെ പടയപ്പം ഇറങ്ങി ഞാൻ കാണാൻ പോയില്ല, കാരണം മുമ്പ് കണ്ടിട്ടില്ല. ഷോലി ഇറങ്ങി കാണാൻ പോയില്ല, ഷോലി മുമ്പ് തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല. അപ്പോൾ രാവണപ്രഭു തിയേറ്ററിൽ നിന്ന് കണ്ട സിനിമ. അത്ര സിനിമകൾ പിന്നെ എല്ലാ സിനിമകളും കാണാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മണിച്ചിത്രത്താഴ് നമുക്ക് വേറെ ആളെ കാണിക്കാൻ സജസ്റ്റ് ചെയ്തൊരു സിനിമയാണ്. പക്ഷെ അത് വീണ്ടും തിയേറ്ററിൽ പോയി കാണാൻ എനിക്ക് താല്പര്യമില്ല. ഇല്ല, ഞാൻ പോയിട്ടുമില്ല. ചോട്ടാ മുംബൈ ഞാൻ കാണാൻ പോയില്ല. ചോട്ടാ മുംബൈ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സിനിമ. ചോട്ടാ മുംബൈനുള്ള എനിക്ക് താല്പര്യമുള്ള സിനിമ ഹലോ ആണ്, ലാലേട്ടൻ തന്നെ ക്യാരക്ടറാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ചോയ്സ്. ഓക്കെ. ഞാൻ ഓക്കെ, അതിനു മുന്നേ തന്നെ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഈ FFC ഗ്രൂപ്പ് തലവൻ ഐ വാസ് പക്ഷെ ആ ഗ്രൂപ്പുകളൊക്കെ ഇപ്പോഴും ആക്റ്റീവ് അല്ലേ? ഇല്ല, അത് എനിക്കറിയില്ല. കാരണം അത് ആ പേരിൽ പല ആൾക്കാരും പലതും നടത്തുന്നുണ്ടാവും. ഞാനത് ഒഫീഷ്യലി സ്റ്റോപ്പ് ചെയ്തോ ലോങ് ബാക്ക്. എങ്ങനെ അത് അങ്ങനെയൊക്കെ അത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നിയതൊക്കെ? അല്ല, അത് മനഃപൂർവ്വം സ്റ്റാർട്ട് ചെയ്തതല്ല. അത് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ ഗ്രൂപ്പ്സിലൊക്കെ, നമ്മൾ സംസാരിക്കുന്നതിന്, പോസ്റ്റ് ഇടുന്നതിന്. പിന്നെ അഡ്മിൻസ് അപ്രൂവൽ, അവർക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് ഡിലീറ്റ് ചെയ്യും, കമൻറ്റ്സ് ഡിലീറ്റ് ചെയ്യും, നമ്മളെ ബ്ലോക്ക് ചെയ്യും. പിന്നെ അവരെ കാല് പിടിക്കണം വീണ്ടും കാരണമെങ്കിൽ. അപ്പോൾ ഇതാർക്കും തുടങ്ങാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെന്തിനു വേറെ ആൾക്കാരോട് ചോദിക്കാൻ പോകണം, നമുക്ക് തന്നെ തുടങ്ങിയ പ്രശ്നം തീർന്നല്ലോ. അപ്പോൾ ഞാനും കുറച്ച് പേരും ഞാൻ തുടങ്ങി, കുറച്ച് പേര് ഇതിൽ വന്ന്. പിന്നെ അതിങ്ങനെ അവിടെ എന്തും പറയാമെന്നുള്ളൊരവസ്ഥയായി. റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പോൾ ആൾക്കാർക്കൊരു ഹരായി, പരിപാടി കൊള്ളാലോ, ആർക്കും എന്തും പറയാമെന്നുള്ളത് വന്നപ്പോൾ പറഞ്ഞത് കയ്യിൽ നിന്ന് പോയപ്പോൾ അത് സീനായി. പിന്നെ കേസായി, പ്രശ്നമായി, ന്യൂസായി, ഭയങ്കര പ്രശ്നമായി അത്. പിന്നെ അപ്പോൾ പിന്നെ അത് നിർത്തി. പക്ഷെ നിർത്തിയിട്ടും ചില കാര്യം നമ്മൾ നിർത്തിയാലും നമുക്കത് നമ്മളെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ പോയിട്ടുള്ള സാധനം അത്. അങ്ങനെ അത് ശരി, അതിപ്പോഴും പല ഞാൻ അങ്ങനെ ആ ഒരു പോപ്പുലർ കൾച്ചർ, ആ ഒരു സോഷ്യൽ മീഡിയ കൾച്ചർ അങ്ങനെ സെറ്റായി പോയി. എപ്പോഴെങ്കിലും റിയൽ ലൈഫിൽ ഇപ്പം എന്തായാലും ഇത്രയും ആൾക്കാരെ അറിയുന്ന ഒരു വ്യക്തിയാണ്, അപ്പോൾ പുറത്തിറങ്ങുമ്പം അഫ്കോഴ്സ് ആളുകൾ അടുത്തേക്ക് വരും, സംസാരിക്കും, സെൽഫി എടുക്കും, അങ്ങനെ കുറേ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടില്ലേ? അതല്ലാണ്ട് ഇപ്പം ആരെങ്കിലും നീ എന്തിനാ ആ പടത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ടോ? അല്ലെങ്കിൽ നോർമലി കമന്റ് ചെയ്യുന്ന പല ആൾക്കാരും ചിലപ്പോൾ നമ്മളെ നേരിട്ട് വന്നിട്ട് ആ കമന്റ് ചെയ്യുന്നത് സാധനം പറയാറില്ലെന്ന് ഞാൻ പൊതുവെ കേട്ടിട്ടുണ്ട്. ഇല്ല, അതില്ല. അങ്ങനെ ആ പേഴ്സൻ്റെ വിഷയം നോക്കുമ്പോൾ ഇല്ല. ഇപ്പോൾ കമൻസിൽ അവർ ഒരു സേഫ് സ്പേസിലിരുന്ന് പറയുന്നല്ലേ, സേഫ് സോണിലിരുന്ന് പറയുന്നല്ലേ. അപ്പോൾ അവർ നേരിട്ട് കാണുമ്പോൾ അവരെങ്ങനെ, പിന്നെ ആൾക്കാർക്ക് നമ്മൾ സ്ഥിരം നമ്മൾ വെർച്വലായിട്ട് കാണുന്ന ആൾക്കാർ റിയലായിട്ട് കാണുമ്പോൾ അവർക്ക് ഇമ്മീഡിയറ്റ് ഉണ്ടാകുന്ന ഒരു റിഫ്ലക്സർ ഇമോഷൻ എന്ന് പറയുന്നത് അവർക്ക് പെട്ടെന്നൊരു ഞെട്ടലുണ്ട്. അതായത് അവർ ഇത് എന്നാളല്ലേ എന്നുള്ള സാധനം. അപ്പോൾ അവർ ഞാൻ ഇന്ന സിനിമയെക്കുറിച്ച് മോശം അതൊന്നും അവർ ആലോചിക്കും, അശ്വൻ കോക്കല്ലേ, അങ്ങനെ ആ ഒരു സാധനം അവർക്ക് ഉണ്ടാവുന്നത്. അവരങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അങ്ങനെ പ്രശ്നം, ഒരു എൻകൗണ്ടർ വരുന്നില്ല. പിന്നെ 1-2 അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ മുമ്പ് ഏതോ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഞാനൊരു സ്ലീപ്പർ ബസ്സിൽ പോകുന്ന സമയത്ത് ഒരു 3 ആൾക്കാരെ എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു, കോഴിക്കോട് പാളയത്ത് വെച്ചിട്ട്. അറ്റാക്ക് ചെയ്യാൻ വന്നേ ഉള്ളൂ, അറ്റാക്ക് നടന്നില്ല. അപ്പോൾ അവർ പുറത്തുനിന്ന് മിഡിൽ ഫിംഗറൊക്കെ കാണിച്ചും കൊണ്ട് ഇറങ്ങിയോളോ ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 3 ആൾക്കാരോട് രാത്രി ഫൈറ്റ് ചെയ്യാൻ ഈ വട്ടുണ്ടോ? ഞാൻ അവിടെ സ്ലീപ്പർ അവിടെ തന്നെ ഇരുന്ന്. പിന്നെ ബസ്സിലോട്ട് അവരെ കയറ്റിയില്ല, കാരണം സ്ട്രേഞ്ചേഴ്സിന് ഫാമിലിയൊക്കെയുള്ള ബസ്സല്ലേ. അപ്പോൾ ബസ് ഓപ്പറേറ്റർ അവരെ അകത്തേക്ക് കയറ്റിയില്ല. എന്നിട്ട് ഒരു ചങ്ങായി കയറി വന്ന് കട്ടണം നോക്കി എന്നെ നോക്കി. അപ്പോൾ ഞാനും നോക്കി. പുള്ളിക്ക് അവിടെ ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായില്ല, കാരണം ഞാൻ മുകളിലാണ്, ഭയങ്കര കൺജസ്റ്റഡ് അല്ലേ, പുള്ളിക്ക് അത്ര ഹൈറ്റും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. പുള്ളി ഫൈറ്റ് ചെയ്യാൻ വന്നത് തോന്നുന്നു. പുള്ളി ഫൈറ്റ് ചെയ്യാണ്ട് തിരിച്ച് പുറത്ത് പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ വീണ്ടും മിഡിൽ ഫിംഗർ കാണിച്ച്. ഇത് ബസ് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് അല്ലേ, പ്രൊവോക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു കഥയില്ലാത്ത ആളാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ പോകില്ല ഇറങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഹൈലൈറ്റ് മോളിൽ വെച്ചിട്ട് ഒരു മമ്മൂട്ടി ഫാന്, പുള്ളി നീ കോക്കല്ലേ, ഞാൻ പറഞ്ഞ കോക്കാണ്, നിൻ്റെ ഐഡിയ എനിക്കറിയാം, നീ മമ്മൂക്കയുടെ വിജയിക്കാൻ സാധ്യതയുള്ള സിനിമകൾക്ക് നീ നെഗറ്റീവ് അടിക്കുകയും തിയേറ്ററിൽ വിജയിക്കാത്ത സിനിമകൾക്ക് നീ പോസിറ്റീവും പറയുന്നു, അത് നിൻ്റെ ഐഡിയ ആണെന്ന് എനിക്കറിയാം, നിനക്ക് കാണിച്ചു തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാനിപ്പോൾ കാണിച്ചു തരാം, ഞാനിപ്പം വിളിച്ച അവിടെ 10 പേര് വരെ നിന്നെ കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒന്ന് ഞാൻ സംസാരിച്ചില്ല, പുള്ളി ഇങ്ങനെ സ്വയം ഇങ്ങനെ പറയാം, എനിക്കറിയാം നീ വേണമെങ്കിൽ ഇതും വൈറലാക്കും, നീ വീണ്ടും നിനക്ക് റീച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പറഞ്ഞ്. പിന്നെ ഞാൻ ലിഫ്റ്റ് കയറി പോയി, പിന്നെ പുള്ളിയെ കണ്ടില്ല. ആ പുള്ളി പിന്നീട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളി എന്നെ അടിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് ഏതൊക്കെയോ ഫാൻ ഗ്രൂപ്പിൽ പോയി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം കുറേ പേര് ഇടയ്ക്ക് കമൻറ്റ് ചെയ്യുന്നതാണ്, നിനക്കൊന്ന് ഹൈലൈറ്റ് മോളൊന്നും കിട്ടിയില്ലേ, അതിനെ ബാക്കി നിനക്ക് വരുന്നുണ്ടെന്ന്. അവിടെ നിന്നൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ നടന്നു പോകുന്നു, പുള്ളി ഇങ്ങനെ എൻ്റെ കൂടെ നടന്ന് നീ അങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞ് ഞാൻ ലിഫ്റ്റ് കയറി പോയി, പുള്ളി വേറെ ഇങ്ങോട്ട് പോയി. അങ്ങനെ 2 ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഈ നേരത്തെ അധ്യാപകനായിരുന്നല്ലോ, അപ്പം ലീവിലായിരുന്നു ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. സ്റ്റിൽ ലീവിലാണോ? ലീവിലാണ്. ഇത്ര വർഷമൊക്കെ ലീവ് കിട്ടും? സാലറി ഇല്ല, ലീവ് കിട്ടും, 5 വർഷം വരെ കിട്ടും. ഓ, വിത്തൗട്ട് സാലറി. എന്താ അപ്പോൾ അത് ലീവ് എടുക്കാനുള്ള പ്രചോദനം ഈ ഒരു ഫീൽഡിലേക്ക്? 2 പറ്റൂല, ആസ് പെർ നോംസ് പറ്റൂല. ഓക്കെ. ഞാൻ ഗവൺമെൻറ് എംപ്ലോയി ആണല്ലോ, അപ്പോൾ എക്സ്റ്റേണൽ ഇൻകം
റേസ് ചെയ്യാൻ പാടില്ല. ഓ അതുകൊണ്ടാ. അപ്പം ഇനി അതിലേക്കൊരു തിരിച്ചുപോക്ക് അറിയില്ല. ഏത് സബ്ജക്റ്റ് ആയിരുന്നു? ഞാൻ +2 ഇംഗ്ലീഷ് എടുക്കുന്നു. +2 ഇംഗ്ലീഷ്. അപ്പം സ്റ്റുഡൻസ് ഒക്കെ സബ്സ്ക്രൈബേഴ്സിലൊക്കെ എന്തായാലും ഉണ്ടാവില്ലേ? അവരൊക്കെ ഇങ്ങനെ കോണ്ടാക്ട് മെസ്സേജ് അയക്കാറുണ്ടോ? സാർ എന്ത് ഈ പടത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ? അങ്ങനെ മെസ്സേജ് അയക്കാറില്ല. ഇല്ല. സ്റ്റുഡൻസിന് പിന്നെ ഇപ്പം ഇല്ല, സ്റ്റുഡൻസ് ഇല്ലല്ലോ. പഠിപ്പിക്കുന്ന സമയത്ത് അവർ ക്ലാസ്സിൽ തന്നെ അവരിങ്ങനെ സംസാരിക്കും. മെസ്സേജ് അയക്കേണ്ട കാര്യമല്ലോ, നേരിട്ട് കാണുന്നില്ലേ. എന്നാലും ഒരു അധ്യാപകന് ആ ഒരു ജോബിൽ നിന്നിട്ട് ഈ ഒരു ഫീൽഡിൽ മതി അല്ലെങ്കിൽ ഇതിലേക്ക് ഞാൻ തിരിയാമെന്ന് തോന്നിയത് എന്താ? അല്ല, അതങ്ങനെ തിരിയേണ്ടി വന്നതാ. അപ്പോൾ ഞാൻ പാരലായിട്ടല്ലേ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഇത് രണ്ടും കൂടെ പറ്റൂല എന്നുള്ള കാരണം ഇവർ ഭയങ്കര പ്രശ്നമാക്കുന്നു, പ്രൊഡ്യൂസേഴ്സും സിനിമാക്കാരും. അപ്പോൾ എൻ്റെ ജോലി കളയണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ അവരെ വിചാരിക്കുന്ന എൻ്റെ ജോലി കളഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം വരുന്നത്. എനിക്ക് ഓൾറെഡി ജോലിക്ക് പോകാൻ താല്പര്യമില്ല, ഒരു ജോലിക്ക് പോകാൻ താല്പര്യമില്ല. അപ്പോൾ അന്നേരം ഇവരെന്ന് വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ജോലി കളഞ്ഞാൽ ഇവൻ മെൻ്റലി ഭയങ്കര ഡൗൺ ആവും, അവൻ പഠിച്ച് നേടിയ ജോലി ഇപ്പോൾ പോവും. അപ്പോൾ അവൻ എങ്ങനെ, അപ്പോൾ അതിനുശേഷം ഞാൻ ഇപ്പം നോർമലി ഒരാൾ ഇപ്പം 2 ഓപ്ഷൻസ് തരാം, യൂട്യൂബ് ഓർ ഗവൺമെൻറ് ജോബ്. അതും ഞാനൊരു ഗസ്റ്റഡ് റാങ്കുള്ള ജോബാണ്. അപ്പോൾ നോർമലി ഒരാൾ എപ്പോഴും ചൂസ് ചെയ്യാം ഗവൺമെൻറ് ജോബ്. അതാണ് എന്താണ് സേഫ്. 60 വയസ്സ് വരെ ജോലി ചെയ്യാം, പെൻഷൻ കിട്ടും, ലൈഫ് സെറ്റാണ്, സേഫാണ് വെച്ചിട്ട്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഇതില്ല, അങ്ങനത്തെ പ്രയോറിറ്റി ഇല്ല. എനിക്കെന്താണ് കംഫർട്ടബിൾ അത് ചെയ്യും. അപ്പോൾ ഇവരെൻ്റെ ജോലി കളയാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കത്തൊക്കെ വരും. അപ്പോൾ ഇവരുദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് നിർത്തി ജോലിക്ക് പോകുന്ന. പക്ഷെ എനിക്ക് ജോലിക്ക് പോകാൻ ജോലി ഉള്ളപ്പോഴേ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇവരെന്തിനത് എനിക്കറിയില്ല, ഇവരെന്തിനത് നടക്കുന്നു. അപ്പം തിരിച്ചതിലേക്ക് പോകുമോന്നും ഇപ്പോഴും തീരുമാനമായിട്ടില്ല? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ജോലിയുടെ കാര്യത്തിൽ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇല്ല. പൊതുവെ ഇങ്ങനെ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ അങ്ങനെയാണ്. അതെ. പ്രീ പ്ലാൻ ചെയ്ത് അങ്ങനെയൊന്നുമില്ല. ആകെ പ്ലാൻ ചെയ്യുന്നത് റിവ്യൂ പ്ലാൻ ചെയ്യുന്ന മേ ബി നമുക്കൊരു 2-3 ഡേയ്സ് അല്ലെ മാക്സിമം ഒരു 1 വീക്കുള്ള കാര്യമല്ലേ പ്ലാൻ ചെയ്യാം. അല്ലാണ്ട് ഒരു 2 years കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്യണം, ഇല്ല അങ്ങനെയൊന്നുമില്ല. എങ്ങനെയാ അപ്പോൾ ഒരു പ്ലാനും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കാനുള്ള ഒരു പ്ലാൻ എവിടുന്ന? അല്ല, അങ്ങനെ പ്ലാൻ ചെയ്ത് ജീവിക്കാനാ പാട്. അല്ലെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. കാരണം നമ്മൾ അറിയില്ലല്ലോ എന്താ വാട്ട്സ് ഗോയിങ് ഓൺ ഓർ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പം അങ്ങനെ ലീവ് ഇൻ ദ മൊമെന്റ്. അതെ. ഓക്കെ. ഈ FFC ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോഴേ അതിൽ നിന്നും കുറച്ച് കമ്പനീസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒമർക്ക, സാബുമോനും അവരായിട്ടൊക്കെ ഇപ്പോഴും ബന്ധത്തിൽ. എനിക്ക് തോന്നുന്നു ഒമർക്കയുടെ മൂവി അങ്ങനെ റിവ്യൂ ചെയ്യില്ല. ഇല്ല, അത് ഞാൻ പിന്നെ ഒരിക്കലും ചെയ്യില്ല. സോഫാർ സാധ്യതയില്ല. കാരണം അതൊരു സുഖമില്ലല്ലോ. നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ 100% റിയലായിട്ട് പറയണ്ടേ. അപ്പം അതുകൊണ്ട് ഒമർക്കിനോട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ റിവ്യൂ പറയുന്നില്ല, നെഗറ്റീവായാലും പോസിറ്റീവായാലും പറയുന്നില്ല. കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ആ രീതിയിൽ എടുക്കും. അപ്പോൾ പിന്നെ ഇല്ല. സാബു ചേട്ടനായിട്ടുള്ള കമ്പനി പുള്ളി ഇതുപോലെ ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള പേഴ്സണാണ്. അങ്ങനെ പബ്ലിക് അപ്പിയറൻസും അധികം താല്പര്യപ്പെടാത്ത ആളാണ്. അപ്പം അങ്ങനെ പുള്ളിയായിട്ടുള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആണല്ലോ ഇപ്പോൾ സ്റ്റിൽ. അത് വെച്ചിട്ട് ഒരുപാട് പേർക്ക് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളാബുകൾ, ഇനോഗ്രേഷൻസ് പറഞ്ഞു നേരത്തെ ഈ സോഷ്യൽ ഫെയർ ഉള്ളതുകൊണ്ടെന്ന്. പക്ഷെ എന്നാലും പല രീതിയിലുള്ള കൊളാബ്സും പ്രമോഷൻസും ഒക്കെ ചെയ്യാം. അതൊന്നും ചെയ്യാറില്ല. ഏറ്റവും കൂടുതലും മൂവി റിവ്യൂസ്, അല്ലാണ്ട് ഡെയിലി ലൈഫ് വ്ളോഗ് ചെയ്യാം. എന്താണ് അശ്വന്ത് കോക്ക് അറിയാൻ ആളുകൾക്കൊരു ത്വര ഉണ്ടാവില്ലേ, ഇപ്പം എനിക്കുള്ള പോലെ. അതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമല്ലോ. എന്താ അതൊന്നും ചെയ്യാത്ത? അല്ല, അതങ്ങനെ അറിയണ്ടെന്ന് വെച്ചിട്ടാ. അപ്പം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ക്യൂരിയോസിറ്റി പോയില്ലേ, പറഞ്ഞ ത്വര പോയില്ലേ. അപ്പം അങ്ങനെ ഒരു ടെമ്പറമെന്റ് നിർത്താനാണ് എനിക്ക് താല്പര്യം. പിന്നെ കൊളാബ് എന്ന് പറഞ്ഞാൽ എനിക്ക് വരുന്നതൊക്കെ ഇങ്ങനത്തെ ഈ മറ്റേ ബെറ്റിംഗ് ആപ്പും മറ്റേ അങ്ങനത്തെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇതൊക്കെയാണ്. അപ്പം അതൊക്കെ എന്തായതെന്ന് നമുക്കറിയില്ല, വല്ല സ്കാം ആണോ എന്ന് അറിയില്ല. പിന്നെ അവരുടെ ആവശ്യം എൻ്റെ റിവ്യൂവിനകത്ത് 2.5 മിനിറ്റ് 3 മിനിറ്റ് അവർക്ക് കൊടുക്കാനാണ്. വലിയ എമൗണ്ട് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു വീഡിയോക്ക് തന്നെ lakhs of rupees അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് ഒരു മാസം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്രയും ഇൻകം ജനറേറ്റ് ചെയ്യാം. പക്ഷെ അപ്പോൾ എൻ്റെ റിവ്യൂസ് പോയില്ലായി പോയില്ലേ. അപ്പോൾ ആൾക്കാർ ഞാൻ ഹായ് ഓൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഏതോ ഒരു മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കമ്പനീൻ്റെ ഇതിങ്ങനെ ബ്ലാ ഞാനിങ്ങനെ പറഞ്ഞ ആൾക്കാർ ആകെ മൂട് പോവില്ലേ. പിന്നെ അത് എനിക്ക് താല്പര്യമില്ല, പൈസ മാത്രമല്ലല്ലോ.
പിന്നെ ഈ കൊളാബ് ഞാൻ ഇൻസ്റ്റയിൽ അങ്ങനത്തെ വരാറുണ്ട്. അപ്പോൾ അവർ സ്റ്റാറ്റസ് ഇടല്ല അവരാവശ്യം. അപ്പോൾ ഏതെങ്കിലും ആൾക്കാർ സ്റ്റാറ്റസ് ഇടാൻ എനിക്ക് താല്പര്യമില്ല. ഇല്ല, അതൊന്നും എടുക്കാറില്ല. ഇല്ല, എന്നെ ഡെയിലി വ്ളോഗ്സ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഞാൻ ഡെയിലി ചെയ്യുന്ന എന്താ ആൾക്കാരെ അറിയിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇല്ല, ഇപ്പോഴൊരു പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? പൊതുവെ എന്താണെന്നറിയോ, അതായത് പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുന്ന ആൾക്കാർ പൊതുവെ ഉള്ള കുറേ പേർക്കുള്ളൊരു വിചാരമാണ്, ഇയാളെ 10 പേർക്ക് അറിയാം, അപ്പോൾ ഇയാളുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയണം, ഇയാളെ എപ്പോൾ വേണമെങ്കിലും പൊതുസമൂഹത്തിൽ നിന്നാണ് നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ ഇയാൾ എവിടെ പോകണം അതൊക്കെ ഇവരിടണം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊരു ആൾക്കാരുണ്ട്, ഒളിച്ചിരുന്ന് ഫോട്ടോ എടുക്കും, സൂം ചെയ്ത് ഫോട്ടോ എടുക്കും. നമ്മൾ തിരിച്ചു ചോദിച്ചാൽ അവർ പറയും എന്തെടുത്താ, നിങ്ങൾ പബ്ലിക് ഫിഗർ അല്ലേ. ചിലപ്പോൾ നമ്മൾ അറിയാറ് പോലും ഇല്ല. അത് ശരിയാണ്. അല്ല, അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്കൊരു എക്സൈറ്റ്മെന്റും പിന്നെ അവർ നാളെ കണ്ടു എന്ന് ഒരാളെ കാണിക്കാനോ ഒക്കെ ആയിരിക്കും. അപ്പം നമ്മളിതിൻ്റെ 2 സൈഡും ഉണ്ടല്ലോ. നമ്മളിതിൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസിൻ്റെ പോസിറ്റീവ്സ് എൻജോയ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നെഗറ്റീവ്സ് ഉണ്ടാവില്ല. അപ്പം എനിക്ക് തന്നെ പോലെ എനിക്ക് 2 തരത്തിൽ എന്നെ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാർ വരാറുണ്ട്, അതുപോലെ നല്ല രീതിയിലും വരാറുണ്ട്. അപ്പോൾ രണ്ടും എക്സ്പെക്ട് ചെയ്യണം. എന്തൊക്കെയാണ് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൻ്റെ ആ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ ചേട്ടന് എൻജോയ് ചെയ്യുന്നത്? ഓൺലൈനായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ നേരത്തെ നിങ്ങൾ FFCയുടെ കാര്യം ചോദിച്ചില്ല, കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട്സ് ഇല്ല എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ കേട്ടോ. അപ്പോൾ ഓൺലൈനിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ പിന്നെ മെസ്സേജ് അയക്കുന്നതോ കോൾ ചെയ്യാറില്ല, അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, റിയൽ ലൈഫിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓൺലൈനിൽ നമുക്കിങ്ങനെ കമൻസ് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ പോസ്റ്റ് വേറെ എവിടെയെങ്കിലും കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ട്രോൾ ചെയ്യുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല ട്രോൾ വീഡിയോസ്, ചില സ്ഥലം നമ്മളെ മീംസ് കാണുമ്പോൾ, അപ്പോൾ ഒരു നമ്മൾ തന്നെ അറിയാതെ ഇപ്പോൾ റീൽസൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേക്കും പെട്ടെന്ന് നമ്മളെ വീഡിയോ കാണും. അപ്പോൾ അത് ഞാനല്ലേ നമുക്ക് തോന്നില്ലേ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഉള്ള സന്തോഷം. അല്ല, പുറം പോയി കഴിഞ്ഞാൽ ഭയങ്കര മോശം. അല്ലെങ്കിൽ സെലിബ്രിറ്റി അല്ലെങ്കിൽ പുറത്തിറങ്ങുന്ന പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ. കാരണം ഭയങ്കര പൊല്യൂഷൻ, ഭയങ്കര കൺജസ്റ്റഡ്, പാർക്കിംഗ് സ്ഥലമില്ല, അതിൽ ജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലല്ലേ, ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാരുണ്ട് നാട്ടിൽ. അപ്പം പുറത്തിറങ്ങാതിരിക്കുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ. പുറത്തിറങ്ങിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞായറാഴ്ചയൊക്കെ ഇപ്പം ബീച്ചിൻ്റെ ഭാഗത്തേക്കൊന്നും പോകാൻ കഴിയില്ല, ഷോപ്പിംഗ് മാൾസ് പോകാൻ. കാരണം ആൾക്കാർ കുറ്റം പറയാൻ പറ്റില്ല, അവർക്ക് ഞായറാഴ്ച പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കഴിയുന്ന ഞായറാഴ്ച പുറത്തിറങ്ങാറില്ല, കാരണം എനിക്ക് മറ്റുള്ള ദിവസം ഇറങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച ഫാമിലീസൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോഴിക്കോട് പ്രത്യേകിച്ച് ഫുഡ് കൾച്ചറിലുള്ളതുകൊണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ വരും, അന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഈ അങ്ങനത്തെ ഏരിയയിലൊന്നും ഭയങ്കര ബ്ലോക്കും ബുദ്ധിമുട്ടായിട്ട് ഒന്നും അതെ അതെ. ഈ റിവ്യൂ ചെയ്യുമ്പോഴേ എത്ര ഒറ്റ ടേക്കിൽ അങ്ങ് അവസാനിപ്പിക്കൂ? അത് ഡിപ്പെൻസ്. അത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ചിലത് പറയാൻ നല്ല സുഖമാണ്. ഈ ഓവർ കണ്ടന്റ് ഉള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഡയലോഗ്സ് ഒക്കെ പിക്ക് ചെയ്ത് പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് സിനിമയ്ക്ക് അനുസരിച്ച് ഇപ്പോൾ തുടരൊക്കെ ഒറ്റ സ്ട്രെച്ച് പറഞ്ഞത്. അതായത് ഹെവി പോസിറ്റീവ് നല്ല എക്സൈറ്റ്മെൻറ്റുള്ള സിനിമ പറയാൻ ഭയങ്കര സുഖമാണ്. കാരണം അതിൽ നമ്മളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ആ ഒരു ഇമോഷൻ മാത്രം കൊടുത്താൽ മതി. ആ സിനിമയ്ക്കുള്ളൊരു കണ്ടിട്ടുള്ളൊരു സാധനമല്ലേ കൊടുത്താൽ. മറ്റേത് നെഗറ്റീവ് ആയിട്ട് വെച്ചാൽ നമ്മൾ കൺവിൻസ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് നെഗറ്റീവ് എന്നുള്ളത്. പോസിറ്റീവ് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ജസ്റ്റ് എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞാൽ മതി. അപ്പോൾ നെഗറ്റീവ് വന്ന സമയത്ത് ഇപ്പോൾ മലയക്കോട്ടൊക്കെ 18 മിനിറ്റ് എങ്ങാനുണ്ട്. അപ്പോൾ അതിൽ ഓരോ സീൻസ് ഇങ്ങനെ ഓർത്തെടുത്ത് പറയണ്ടേ, അങ്ങനെ അത് ഇത് പറഞ്ഞിട്ട്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കോ സിനിമ കാണുന്ന സമയത്ത്? കംപ്ലീറ്റ്ലി നോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതായത് മസ്റ്റായിട്ട് ഇത് വിട്ടുപോകാൻ പാടില്ല. അതെനിക്കൊരു വാക്ക് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ പണ്ട് എക്സാമൊക്കെ എഴുതുമ്പോൾ ഒരു വാക്ക് കിട്ടിയാൽ നമ്മൾ പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു പേജ് ആക്കൂലേ. ഞാൻ ഒരു കീവേഡ് എന്തെങ്കിലും, അത് എനിക്ക് എൻ്റേതായിട്ടുള്ള കീവേഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വാട്സപ്പിൽ എൻ്റെ സെക്കൻഡറി നമ്പറിൽ ഞാൻ അയച്ചിടും. അപ്പോൾ ആ കീവേഡ് ഞാൻ ജസ്റ്റ് നോക്കുമ്പോൾ ഒരു 5-6 കീവേഡ് ഉണ്ടാവുള്ളൂ ഒരു സിനിമയ്ക്ക്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ആ കീവേഡ് എന്തായാലും ഞാൻ വിട്ടുപോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാനത് പറയും. ഈ വിജയിച്ച സിനിമകളുടെ റിവ്യൂ പറയാനാണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സിനിമകളുടെ റിവ്യൂ പറയാനാണോ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? അങ്ങനെയില്ല, രണ്ടും അല്ല, അങ്ങനെയില്ല. പിന്നെ വിജയിച്ച സിനിമകൾ പറയാൻ ഈസിയാണ്, ഞാൻ പറഞ്ഞില്ലേ. ഈസി ആണെങ്കിലും നമുക്കൊരു എൻജോയ് ചെയ്യുന്ന പോസിറ്റീവ് പറയുന്ന. കാരണം നമുക്ക് എളുപ്പമുള്ള കാര്യമില്ല നമ്മൾ എൻജോയ് ചെയ്യുക, ബുദ്ധിമുട്ടുള്ള കാര്യം ആരും എൻജോയ് ചെയ്യില്ലല്ലോ. മറ്റേത് ഇങ്ങനെ പറഞ്ഞത് നമുക്ക് ഒപ്പിക്കേണ്ടത്, അപ്പം അതൊരു പ്രോസസ്സ് പാടാ. നെഗറ്റീവ്സ് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പാടാ. അപ്പോൾ അതിൽ സീൻസ് പറയേണ്ടി വരും, ഡയലോഗ്സ് പറയേണ്ടി വരും, ക്യാരക്ടേഴ്സിൻ്റെ ഫ്ലോ പറയേണ്ടി വരും, ടെക്നിക്കൽ സൈഡ് പറയേണ്ടി വരും. ചില പ്രത്യേക ആ സിനിമയ്ക്ക് മാത്രമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അത് പറയേണ്ടി വരും. മൊത്തത്തിൽ നെഗറ്റീവ് റിവ്യൂ പറയാൻ ഭയങ്കര പാടാ. ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് ടൈപ്പ് സിനിമകളുടെ റിവ്യൂസിനാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്?
അല്ല ആൾക്കാർ സാഡിസ്റ്റിക് ആയതുകൊണ്ടായിരിക്കില്ല, ആൾക്കാർക്ക് ഫണ്ണ് കൂടുതൽ നെഗറ്റീവ് റിവ്യൂ വരും. മറ്റേ എക്സൈറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, അതിന് ഫൺ എലിമെൻ്റ് ഇല്ലല്ലോ. അപ്പോൾ നെഗറ്റീവ് റിവ്യൂ ആകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇത് സിനിമ ഇങ്ങനെ എടുത്ത് പറയുന്നത് കേൾക്കാൻ ആൾക്കാർക്ക് പൊതുവേ താല്പര്യം ഫൺ എലിമെൻറ്റ്സ് കൂടുതൽ റിവ്യൂസാണ്. ഒരു വലിയ കട്ട ലാലേട്ടൻ ആരാധകൻ. അതെ അതെ അതെ. ലാലേട്ടൻ്റെ അതായത് പക്ഷേ നമ്മളിപ്പം ചില ആളുകൾ ഒരു നടനെ ഇഷ്ടപ്പെടുമ്പോൾ അവരുടെ ഏത് സിനിമ ഇറങ്ങിയാലും അടിപൊളിയാന്ന് പറയും. ഒരു ആരാധകൻ, നോർമലി ഒരു ആരാധകൻ. ഇപ്പം ഒരു റിവ്യൂവറും കൂടി ആയ സ്ഥിതിക്ക് ഇപ്പോൾ ലാലേട്ടൻ ഒരു നല്ലൊരു സിനിമ ഇറങ്ങുമ്പോൾ അതിന് നല്ലതെന്നും പറയുന്നുണ്ട്, ഇപ്പം മോശം ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് മോശം എന്നും പറയുന്നുണ്ട്. അത് ചില ആൾക്കാർക്ക് ഒരുപക്ഷെ ഇങ്ങനെ കമൻസ് ഒക്കെ വരുന്നത് ഞാൻ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. നീ ഭയങ്കര ലാലേട്ടൻ ഫാനാന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കാറില്ലേ? അതിനൊക്കെ എങ്ങനെ എടുക്കുന്നു? അല്ല, ഈ ഫാൻ എന്ന് പറഞ്ഞ വാക്കിന് ഭയങ്കര പ്രോബ്ലമാറ്റിക്. അതായത് ഒരു ഫനാറ്റിക് എന്നുള്ളതിനാണ് ഫാൻ എന്നുള്ള വാക്ക് പറയുന്നത്. ഈ ഫനാറ്റിക്സ് എന്ന് പറയുന്നത് ഭ്രാന്തന്മാരാണ്, അവർ ബ്ലൈൻഡാണ്. അപ്പോൾ ഞാനൊരു ഫനാറ്റിക് അല്ല. എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട നടൻ, മലയാളത്തിൽ ഇഷ്ടപ്പെട്ട നടൻ ലാലേട്ടനാണെന്നുള്ളൂ. അല്ല, ലാലേട്ടൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ബ്ലൈൻഡ് അല്ല. പുള്ളിയുടെ പേഴ്സണൽ ലൈഫിലെ പല കാര്യങ്ങളും എനിക്ക് യോജിപ്പുണ്ട്. ഇപ്പോൾ സിനിമയുടെ ഫോളോവർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ്. അപ്പോൾ ഞാൻ ബ്ലൈൻഡ് അല്ലാത്തതുകൊണ്ട്, ഞാൻ ഫനാറ്റിക് അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് വിമർശിക്കേണ്ടത് ഞാൻ വിമർശിക്കും, നല്ല പറയും. അല്ലാതെ ഈ സെറ്റ് ഓഫ് ഫാൻസ് ഇല്ലേ, ഈ അന്തം ഫാൻസ് ഇല്ലേ, അതല്ല. ഓക്കെ. ഏറ്റവും അതായത് ലാലേട്ടൻ നല്ലൊരു സിനിമ വരുമ്പോൾ മനസ്സറിഞ്ഞ് റിവ്യൂ പറയാറുണ്ട്. എനിക്കൊന്ന് മലൈക്കോട്ടെ വാലിബൻ, ആ സിനിമയെ കുറിച്ച്, മലൈക്കോട്ടെ വാലിബൻ, അതില് മലങ്കൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് പറഞ്ഞിട്ട് ലാലേട്ടൻ തുടരും മൂവിയില് ആ വേർഡ് അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ആ ഒരു വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എനിക്ക് തോന്നുന്നു അശ്വന്ത് കോക്കല്ലേ? അല്ല, ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാനാ പറഞ്ഞത്. അത് പണ്ട് മലയാളികൾക്ക് ഇത്രയും ഫെമിലിയർ ചെയ്തത് ഞാനായിരിക്കാം, ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാനാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം അതിന് മുൻപ് സിനിമാ പ്രൊഡ്യൂസർ ക്ലബ്ബിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, ശരിയാണെങ്കിൽ. പക്ഷേ അത് പിന്നെ ഞാൻ കൂടുതൽ യൂസ് ചെയ്യപ്പോഴാണ് അത് പോപ്പുലാരിറ്റി ഉണ്ടായത്. പിന്നെ ലാലേട്ടൻ ഇതിനെക്കുറിച്ച് അറിയുന്നുള്ള എനിക്കറിയില്ല വാക്കിൻ്റെ അർത്ഥം. ചിലപ്പം തരുൺമൂർത്തിയാണ് എഴുതിയ, പുള്ളി സോഷ്യൽ മീഡിയ എന്നൊക്കെ വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളി വെൽ അപ്ഡേറ്റഡാ, അപ്പോൾ പുള്ളി എഴുതി കൊടുത്തായിരിക്കാം. അപ്പോൾ ലാലേട്ടൻ പിന്നെ അങ്ങനെ ഇതൊന്നും ക്രോസ് ചെക്ക് ചെയ്യുന്ന ആളൊന്നുമല്ലല്ലോ. എന്നാൽ അത് തിയേറ്ററിൽ കണ്ടപ്പോൾ എന്തെങ്കിലും ഫീൽ ചെയ്തായിരുന്നോ? ഇല്ല, ഞാൻ ഷോ കാണുന്നതിന് മുമ്പേ ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കണ്ടത്. രാവിലെ തന്നെ പോയി കണ്ടാരും പറഞ്ഞു മലങ്കൾട്ട് എന്ന് ലാലേട്ടൻ പറയുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തപ്പോൾ കണ്ടപ്പോൾ സന്തോഷം. ഏറ്റവും കൂടുതൽ മനസ്സറിഞ്ഞ് റിവ്യൂ ചെയ്തത് ഏത് മൂവിക്ക് വേണ്ടിയിട്ടാണ്? അതായത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നിയൊരു മൂവി റിവ്യൂ? അത് തന്നെ തുടരും കുറേ കാലത്തിന് ശേഷം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നിയ സിനിമയാണ് ആ സിനിമ. അതെ, വെറുതെ ലാലേട്ടൻ കംബാക്ക് എന്ന് പറയുന്നില്ല, റിയൽ ഒജി ലാലേട്ടനെ ശരിക്കും കിട്ടിയ പടം തുടരും. അത് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഏതെങ്കിലും ഒരു മൂവി റിവ്യൂ അതായത് നേരത്തെ പറഞ്ഞായിരുന്നു കുറേ ഭീഷണികൾ പേഴ്സണലി വരാറ് അതായത് ഫീൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നത് ഏത് മൂവി റിവ്യൂ ചെയ്തപ്പോഴാണ്? അല്ല, അങ്ങനെ പർട്ടിക്കുലർ ഇല്ല. ഇപ്പോൾ എന്താ വെച്ചാൽ ചില ആൾക്കാർ ശപിക്കും, പ്രാഗെന്ന് പറയണം നമ്മുടെ നാട്ടിൽ. നീ നശിച്ചോടാ, ഞാനതാ നീ ഒരിക്കലും ഗുണം പിടിക്കലോടാ, നശിച്ചോടാ പറയും, നീ വഴിയാതരാവിടാ എന്നൊക്കെ പറയും. പിന്നെ ചില ആൾക്കാർ നിന്നെ എവിടെ കിട്ടിയാലും നിനക്ക് തരുവിടാ, പണി തരും, അല്ലെങ്കിൽ ഞാനിത് എപ്പോഴും അങ്ങോട്ട് വരുവാണ് എന്ന് പറയും. അങ്ങനെ അത് പർട്ടിക്കുലർ ഇന്ന മൂവി എന്നില്ല. അതായത് അവര് സങ്കല്പത്തിൽ നല്ല സിനിമയായിരിക്കും, അല്ലെ ഇവരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാവും നിർമ്മാതാവിനെയൊക്കെ, ഇത് നല്ല സിനിമയായിട്ട് റിവ്യൂ കൊണ്ടാണ് പരാജയപ്പെട്ടതെന്നൊക്കെ. അപ്പോൾ അവരിങ്ങനെ വിളിക്കുമ്പോൾ പറയും. ഇപ്പം ഞാൻ അങ്ങനെ കോൾസ് എടുക്കാറില്ല. ഇല്ല, പക്ഷെ പല ഇൻ്റർവ്യൂസിലും ഇപ്പം ഞാൻ തന്നെ എടുത്ത ഒരുപാട് ഫിലിം പ്രൊമോഷൻസിൻ്റെ ഇൻ്റർവ്യൂസിലും ഈ അശ്വന്ത് കോക്ക് എന്നുള്ളൊരു പേര് പല സ്ഥലങ്ങളിൽ വന്നു പോയിട്ടുണ്ടാവും. അവരുടെ അതായത് ചില സമയത്ത് എനിക്ക് തോന്നും സിനിമാ ലോകം പേടിക്കുന്ന ഒരു റിവ്യൂവറായി മാറി അശ്വന്ത് കോക്ക്. അല്ല, അത് അവർക്ക് ഇടയിൽ അങ്ങനെ ധാരണ വന്നിട്ടുണ്ട്. ഇത് ഇപ്പം ഞാനിപ്പം പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സേഫാണ്, നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ് ഇത് അപ്പ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു മേ ബി എ ഫാൾസ് നോഷൻ ആയിരിക്കാം അവർക്ക്. അങ്ങനെ ഒരു ഈ സിനിമാക്കാരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു സെറ്റ് ഓഫ് സംഭവം അവരങ്ങ് വിശ്വസിച്ചാൽ പിന്നെ അവരെ അങ്ങനെയും വിശ്വസിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സിനിമാക്കാർ 2 സിനിമാക്കാർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അത് തന്നെ ഫോളോ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അപ്പോൾ ബജറ്റ് എടുക്കുന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിന് വലിയ എമൗണ്ട് മാറ്റി വെക്കും, അതൊന്നും കാര്യമില്ല. പക്ഷേ എല്ലാവരും ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഭാഗമായി.
അപ്പോൾ അതുപോലെ തന്നെ റിവ്യൂ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങനെ അപ്പോൾ എൻ്റെ റിവ്യൂ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പൊതുവേ ഒരു ടോക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ അവരെങ്ങനെ വിശ്വസിക്കും? അങ്ങനെ ആരെങ്കിലും വിളിച്ച് ചാക്കിലാക്കാൻ നോക്കിയിട്ടുണ്ടോ? അതായത് നമ്മുടെ പടത്തിനെ കുറിച്ച് കുറച്ച് നല്ലത് പറയണം അശ്വന്ത്, അങ്ങനെ ചാക്കിലാക്കാൻ നോക്കിയില്ല. പിന്നെ കൊല്ലരുത് എന്നൊക്കെ പറയാറുണ്ട്. അത് നല്ല, അതായത് ഒന്ന് മയപ്പെടുത്തണം, കുറച്ചൊന്ന്. പിന്നെ അങ്ങനെ വിളിച്ച് പറയുന്ന സിനിമകൾ ഞാൻ അധികം കാണാത്ത സിനിമകളായിരിക്കും. അവർ വെറുതെ അവരിങ്ങനെ പേടിക്കുക, അത് ഇപ്പോൾ കണ്ടിട്ട് എന്തെങ്കിലും പറയുന്നു. ആ സിനിമയിൽ നിന്ന് ഇറങ്ങുന്ന പോകുന്ന ആരും അറിയാറില്ല. ഇത് റിവ്യൂ പറയുമ്പോഴാണ് സിനിമ ഇറങ്ങിയത് പലരും അറിയുന്നത്. അതെ. പേയ്മെന്റ് വാങ്ങിയിട്ട് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇത്ര എമൗണ്ട് തരാം, എൻ്റെ സിനിമയെ കുറിച്ച് നല്ലത് പറയണം? ഇല്ല. ഇങ്ങനെ ഒന്നുകിൽ ഇങ്ങനെ പറയാ, ഒഴിവാക്കി തരണം എന്ന് പറയാം, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താം. പേയ്മെന്റിന്റെ കേസ് ഒന്നും വരെ വന്നിട്ടില്ല. ഇപ്പം അതായത് ലാലേട്ടൻ്റെ ഒരു നല്ലൊരു കംബാക്ക് ആയിരുന്നു തുടരും എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ധ്യാൻ ചേട്ടൻ കുറേ ഫ്ലോപ്പ് മൂവീസിന് ശേഷം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനും കുറച്ച് നല്ല രീതിയിൽ സംസാരിച്ചായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപ് ഏട്ടൻ കുറച്ച് നാൾക്ക് ശേഷം ഒരു നല്ലൊരു ചെറിയൊരു കംബാക്ക് വന്നൊരു മൂവി പോലെ കുറേ പേർക്ക് തോന്നി. പക്ഷെ ആ പടത്തിനെ കുറിച്ച് ചേട്ടൻ ഒരു നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു പറഞ്ഞു. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് എന്തായിരുന്നു? അല്ല, എനിക്ക് അങ്ങനത്തെ കോമഡി ഇഷ്ടമല്ല. ഇത് ഇങ്ങനെ വെർബൽ കോമഡി, സിറ്റുവേഷണൽ കോമഡി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചളി കാണിക്കുക, അതെനിക്ക് ബേസിക്കലി ഇഷ്ടമല്ല. അതെൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ റിവ്യൂ തന്നെ പറഞ്ഞു, തിയേറ്ററിൽ ആൾക്കാർക്ക് ലിസൺ സ്റ്റീഫൻ പിന്നെ പറഞ്ഞു, സ്റ്റേജിൽ പറഞ്ഞ്, ഇയാൾ പറഞ്ഞ്, അശ്വന്ത് പറഞ്ഞ്, തിയേറ്ററിൽ എല്ലാവരും ചിരിക്കുന്നത് എനിക്ക് മാത്രം ചിരി വന്നില്ല. എനിക്ക് ചിരി വന്നില്ല, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടത്? അപ്പോൾ അത് എൻ്റെ ടേസ്റ്റ് ഓഫ് സിനിമയല്ല അത്. അത് വിചാരിച്ച് എല്ലാ ദിലീപ് സിനിമകളും ഇഷ്ടമല്ല എന്നുള്ളതല്ല. പ്രിൻസ് ആൻഡ് ഫാമിലി പോലുള്ള അങ്ങനത്തെ കോമഡീസ് ഓവർ ഡ്രാമാറ്റിക്, ഓവർ സെൻറ്റി, ഓവറാക്കി ചളാക്കൽ എനിക്ക് പേഴ്സണലി പറ്റില്ല. ദിലീപേട്ടനപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു 2 മൂവീസ് ഏതൊക്കെയായിരിക്കും? അത് ഓഫ് കോഴ്സ് പഴയുള്ള ഒരുപാട് എല്ലാ സിനിമകളും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നല്ലേ. പഞ്ചാബി ഹൗസ്, സി ഡി മൂസ, ഇതൊക്കെ എപ്പോഴും കാണുന്ന നിശമാധവൻ. അല്ല, പുള്ളി എടുത്ത് പ്രശ്നം ഉണ്ടായിട്ടല്ല, പുള്ളി അങ്ങനത്തെ ഒരു കണ്ടംപററി അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിനിമയുടെ ഭാഗത്തുകൊണ്ട് വരുന്ന പ്രശ്നമുള്ളൂ. പുള്ളിക്ക് അഭിനയിക്കാൻ അറിയാത്തോണ്ടല്ലോ. ഭാവിയിൽ എപ്പോഴെങ്കിലും അശ്വന്ത് കോക്ക് ഒരു മൂവി എടുക്കാനുള്ള ഒരു സ്കോപ്പ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല, അറിയില്ല. ഡയറക്ഷൻ, അറിയില്ല. ആക്ടിങ്? ഇല്ല, എനിക്കങ്ങനെ അഭിനയിക്കാനൊന്നും അറിയില്ല. അങ്ങനെ കോണ്ടാക്ട് ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ വിളിക്കാറുണ്ട്, ഞാൻ പോകാറില്ല. ഞാനായിട്ട് തന്നെ അഭിനയിക്കുക, പിന്നെ അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. അത് ഭയങ്കര ബോറാണ്. നമുക്ക് തന്നെ ഒരുമാതിരി ക്രിഞ്ചടിക്കും. കാരണം എനിക്ക് വേറെ ആൾക്കാരെ കാണുമ്പോൾ തന്നെ ക്രിഞ്ചടിക്കാറുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഈ ചെറിയ സ്ക്രീനിൽ വലിയ സ്ക്രീനിൽ കാണുമ്പോഴേ അയ്യേ ഇവരെന്താ ഇവിടെ നമുക്ക് തോന്നും. എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. പല ആൾക്കാരെയും പിടിച്ച് അഭിനയിപ്പിക്കും. അപ്പോൾ പിന്നെ അങ്ങനെ എനിക്ക് തോന്നിയിട്ട് ഞാൻ തന്നെ പിന്നെ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. ഓക്കെ. ഇപ്പം കുറേ മൂവീസ് റിവ്യൂ ചെയ്യുന്നു. ഇപ്പം സിനിമാ മേഖലയുമായിട്ട്, അതായത് കുറേ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കണക്ഷൻസ് ഉണ്ടാവുമല്ലോ. എന്നാലും ഫിലിം ഫീൽഡിൽ, സിനിമ മേഖലയിൽ ഏതെങ്കിലും നല്ല സുഹൃത്തുക്കൾ, അങ്ങനെ സൗഹൃദം ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരാളാണോ? ഇല്ല, എനിക്ക് സുഹൃത്തുക്കളെ ഇല്ല. എനിക്കങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒന്നുള്ള ആളല്ല. ഞാൻ ഭയങ്കര സെക്ലൂഡഡ് ആയിട്ടുള്ള പേഴ്സണാണ്. ഭയങ്കര ഒറ്റയ്ക്കുള്ള ഒരാളാണ് ഞാൻ. ഇങ്ങനെ ഗ്യാങ്ങോ ഫ്രണ്ട്സോ കോണ്ടാക്ട്സോ കണക്ഷൻസോ ഒന്നുമില്ല. ചെറിയൊരു സെഗ്മെൻറ്റിലേക്ക് പോവാം. ഞാൻ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ്. അപ്പം അതിന് ചേട്ടനൊരു ആൻസർ പ്ലസ് റീസണും കൂടി പറയണം, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കുഞ്ഞു റാപ്പിഡ് ഫയർ പോലെ, ബട്ട് റീസണും കൂടി പറയണേ. തിയേറ്ററിൽ തന്നെ വീണ്ടും വീണ്ടും കണ്ട ഒരു സിനിമ? ഓൾറെഡി ആവേശം പറഞ്ഞല്ലോ. റീസൺ അത് വീണ്ടും വീണ്ടും കാണാനുള്ള സ്റ്റഫ് അതിനകത്തുണ്ട്, ആ തിയേറ്റർ മൊമെന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇടയ്ക്ക് വെച്ച് ഇറങ്ങി ഓടാൻ തോന്നിയൊരു സിനിമ? ഇഷ്ടം പോലെ കണ്ട 90% എബോവ് ഇടയ്ക്ക് വെച്ച് ഇറങ്ങാൻ തോന്നിയ സിനിമകളോ? ഏതെങ്കിലും ഒരെണ്ണം ഫോർ എക്സാമ്പിൾ ഞാൻ ഓർക്കുന്നില്ല. കുറേ എല്ലാ സിനിമ ഞാൻ കണ്ട ഒരുവിധ സിനിമകളൊക്കെ ഇറങ്ങി പോകാൻ തോന്നിയ സിനിമകളോ? റിവ്യൂ ചെയ്യണം എന്നുള്ളത് മാത്രം ഇരുന്നു. അതെ. ഓക്കെ. 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു മൂവി തിയേറ്ററിൽ ഇരുന്ന് കണ്ടിട്ടോ? റീസെൻ്റ്ലി ആണോ അല്ലെങ്കിൽ ഓൾ ടൈം ആണോ? ഓൾ ടൈം മതി. ലൂസിഫർ ആദ്യത്താണ്. എമ്പുരാനില്ല. എമ്പുരാൻ ഇഷ്ടമായില്ല? എന്താ അത്? കൊള്ളൂല അത് തന്നെ. ഓക്കെ. ലൂസിഫർ എന്താ ആ ഒരു 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ? ഭയങ്കര പെർഫെക്റ്റാണ്. അത് പ്രസൻറ്റ് ചെയ്ത രീതി, അതിൻ്റെ സ്ക്രിപ്റ്റ്, അത് പിന്നെ മേക്ക് ചെയ്ത രീതി, അതിൽ ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്ത രീതി, അതിൽ ഉള്ള ലേയേഴ്സ് ഓഫ് ക്യാരക്ടേഴ്സ്, പിന്നെ അതിൻ്റെ ടൈലൻഡ്, അങ്ങനെ ഭയങ്കര ഒരു തിയേറ്റർ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സിനിമ.
അപ്പം എമ്പുരാൻ എന്താ ഇഷ്ടപ്പെടാത്തെ? എമ്പുരാൻ അത് സ്പോയിലായിപ്പോയി, ആ ക്യാരക്ടർ സ്പോയിലായിപ്പോയി. എബ്രഹാം ഖുറേഷി സ്പോയിലായിപ്പോയി. അത് കോമഡി പീസായിപ്പോയി ഇതിൽ എമ്പുരാനിൽ വന്നപ്പോഴേക്കും. പിന്നെ കുറേ അൺവാണ്ടഡ് പൊളിറ്റിക്കൽ സിനാരിയോസ്, പിന്നെ ഫോക്കസ് മാറിപ്പോയി. പിന്നെ നന്നായില്ല, പടം എടുത്തത് നന്നായില്ല, കയ്യിൽ നിന്ന് പോയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, OTT റിലീസായതിൽ ഇത് തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ, അതായത് OTTയിൽ റിലീസായൊരു സിനിമ കണ്ടപ്പോൾ ഈ പടം തിയേറ്ററിൽ റിലീസായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് തോന്നിയത്? ദൃശ്യം 2. ദൃശ്യം 2 ഒരിക്കലും OTT ഇറക്കേണ്ട പടമല്ല. അല്ല, തിയേറ്ററിൽ ഇറങ്ങിയ ഭയങ്കര ഹ്യൂജ് സക്സസ് ആയതിന്. ശരി, ലാലേട്ടൻ്റെ ഗംഭീര തിരിച്ചറിവായതിന്. അപ്പോൾ അതവരെ കുറേ ബിസിനസ് ടേംസിൻ്റെ കാര്യമായിരിക്കും, അപ്പോൾ അതുകൊണ്ടായിരിക്കും OTTയിൽ അടിച്ചു വിട്ട്. ഓക്കെ, നെക്സ്റ്റ്, ഈ പടം ഇറങ്ങേണ്ടിയേ ഇരുന്നില്ല എന്ന് തോന്നിയൊരു സിനിമ? ഞാൻ പറഞ്ഞില്ല, 90% സിനിമകളും മലയാളത്തിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. കാരണം അത് യാതൊരുവിധ വാല്യൂ ഇല്ല, എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഇല്ല, ഒരു ഈസ്തറ്റിക് വാല്യൂ ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അത് കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ. അതായത് ഇങ്ങനെ കുറേ സിനിമ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ കുറേ ആൾക്കാരുടെ പാഷനാണ്, പിന്നെ കുറേ ആൾക്കാർക്ക് സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, പണക്കാർക്ക്. അതിൻ്റെ പിന്നെ പല അജണ്ടയും കാണാമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സിനിമ എന്ന് പറഞ്ഞ് ഇങ്ങനെ സിനിമ ഇറക്കുക ഒരു ബിസിനസ് പോലെ, യാതൊരു വിധത്തിലുള്ള ഇൻപുട്ടും ഇല്ലാതെ. പക്ഷെ ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു പടം, ഫോർ എക്സാമ്പിൾ, ഇതൊക്കെ എന്തിനീ പടമൊക്കെ റിലീസായിരുന്നു? അല്ല, ഞാൻ പർട്ടിക്കുലർ പടം പറയാത്തതേ, എല്ലാ പടം അങ്ങനെ തന്നെയാണ് മിക്കവാറും, ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, അതുകൊണ്ടാണ് പർട്ടിക്കുലർ സിനിമ പറയാത്തത്. എൻ്റെ റിവ്യൂസിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 90% നെഗറ്റീവാണ്. അതെ, അതത്രയും പറ്റാത്തതുകൊണ്ടാണ്, നല്ല പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അതെ. ഓക്കെ, നെക്സ്റ്റ്, ഈ നടൻ അല്ലെങ്കിൽ ഈ ഒരു നടി ഈ സിനിമ ചെയ്തത് എന്തിനാണ് ഈ സിനിമ ചെയ്തത് എന്ന് തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നടൻ്റെ ഒരു ക്യാരക്ടർ കണ്ടിട്ട് എന്തിനാ ഈ പുള്ളി ഈ ഒരു ക്യാരക്ടർ ചെയ്തു? ലാലേട്ടൻ്റെ കുറേ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ബിഗ് ബ്രദർ, നല്ലല്ലേ, അങ്ങനത്തെ കുറേ സിനിമകൾ. അതായത് ഇതെന്തിൻ്റെ ആവശ്യമാണ് പുള്ളി പിന്നെ ബി ഉണ്ണികൃഷ്ണ സിനിമകൾ, മേജർ രവീൻ്റെ സിനിമകളിൽ അതൊക്കെ പുള്ളി കമ്മിറ്റ്മെൻ്റ് കൊണ്ടും ഫ്രണ്ട്ഷിപ്പ് കൊണ്ടും ചെയ്യുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ കുറച്ച് ലാസ്റ്റ് ഡെക്കേഡിൽ വന്ന കുറേ സിനിമകൾ എല്ലാം വേസ്റ്റാണ്. അപ്പോൾ എല്ലാം പുള്ളി കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് വെറുതെ ഡേറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവർക്ക് ഡേറ്റ് കൊടുക്കുക പറഞ്ഞാലൊക്കെ ടെൻഷനാണ്. ഇപ്പോൾ മേജർ രവിക്ക് ഡേറ്റ് കൊടുത്ത് പറഞ്ഞിട്ട് ഫാൻസിന് ടെൻഷനാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ തലവെക്കുന്നുണ്ട്. ഇപ്പോൾ അത് കുറഞ്ഞു വരുന്നുണ്ട്, എന്നാലും പുള്ളി വെക്ക് തുടങ്ങി. ചിലപ്പോൾ ബന്ധങ്ങളുടെ പേരിൽ. അതെ, നമുക്ക് കാണാം, അനൗൺസ്മെന്റ് കാണുമ്പോഴേ അറിയാം ഇത് ഏത് റൂട്ടിലാണ് പോകണമെന്ന്. ഓക്കെ, അശ്വന്ത് കോക്ക് ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അത് ഏതൊരു ഒരു കാറ്റഗറി പെടുന്ന സിനിമയായിരിക്കും? ഹൊറർ, കോമഡി, ഭയങ്കര സ്ലോ പേസ്ഡ് സിനിമയായിരിക്കും. ഇപ്പോൾ ജി അരവിന്ദൻ അടൂരൊക്കെ എടുക്കും പോലെ ക്യാമറ വെച്ചിട്ട് ഞാനങ്ങ് പോകും. എന്നിട്ട് ആൾക്കാരിങ്ങനെ വളരെ സ്ലോ ആയിരിക്കും, അതായത് റിയൽ ടൈമിലായിരിക്കും. ഒരാൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഫുഡ് കഴിച്ച് കഴിയുന്നവരെ ഉണ്ടാവും സീന്. അപ്പോൾ 10 മിനിറ്റ് ഫുഡ് 10 മിനിറ്റ് ഫുഡ് കഴിയും. അങ്ങനത്തെ സിനിമ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ അത് ആരും കാണൂല, അതിൻ്റെ പ്രശ്നം. അപ്പം ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനത്തെ സിനിമ ചെയ്യും. അങ്ങനെ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിൽ ആര് എൻ്റെ നായകനായിട്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? അല്ല, അത് സബ്ജക്റ്റ് ഇതൊക്കെ നോക്കിയിട്ടില്ല. എന്തായാലും സൂപ്പർ സ്റ്റാർസിനെ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. സിനിമ ആരും കാണാനും പോകുന്നില്ല, അപ്പോൾ സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാരും വരില്ല. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആക്ടേഴ്സിനെ വെച്ചിട്ട് അഭിനയിക്കാൻ അറിയുന്ന അത് ഗിമ്മിക്സ് ഇല്ലാത്ത സിനിമയായിരിക്കും. ഇത് ഞാൻ ചെയ്യാൻ പോകണില്ല, അപ്പോൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞു മാത്രം. അപ്പം അങ്ങനെ ക്യാമറ വെച്ചിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പം ചേട്ടനൊരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് ഞാൻ ഇതിലും നന്നായിട്ട് എടുത്തേനെ എന്ന് തോന്നിയത് ഏതെങ്കിലും ഒരു സിനിമ? ഇതിൽ ഒരു സിനിമയുടെ പേര് പറയണം. അതായത് ഇപ്പോൾ ഒരു ചാൻസ് കിട്ടുവാണ്, ഒരു സിനിമയുടെ ക്ലൈമാക്സ് ചേട്ടന് ചേഞ്ച് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ അത് ഏത് സിനിമയായിരിക്കും, എന്തുകൊണ്ടാണ്? അതിൽ ക്ലൈമാക്സ് മാത്രം ഞാൻ പറയുന്നില്ല. ലിയോ ഫസ്റ്റ് ഹാഫ് കിട്ടില്ല സംഭവം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാത്രി എടുത്തിരുന്ന് കാണും. അപ്പോൾ ലിയോ സെക്കൻഡ് ഹാഫിൽ ക്യാരക്ടർ മൊത്തം കൊളാക്കി, ക്ലൈമാക്സ് എത്തുമ്പോഴേക്കും സിനിമയുടെ ആ ഒരു ഫസ്റ്റ് ഹാഫ് അങ്ങ് സ്പോയിലായിപ്പോയി. അപ്പോൾ ലിയോ ലോകേഷ് അങ്ങനെ പണ്ടതായിരുന്നു, അതേ റേഞ്ചിൽ തന്നെ ചെയ്തിരുന്നെങ്കിൽ കിട്ടുന്ന സിനിമയാണ് ലിയോ. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലിയോയുടെ ഒരു സെക്കൻഡ് ഹാഫ് മുതൽ മാറ്റും. അതെ, മാറ്റണം. സെക്കൻഡ് ഹാഫ് ടുവേർഡ്സ് ക്ലൈമാക്സ്. ഓക്കെ, എന്തായാലും ഇപ്പം
ലിയോനെ കുറിച്ച് പറഞ്ഞോണ്ടേ LCU യൂണിവേഴ്സിന്റെ ഒരു ഫാൻ ബോയ് ആണല്ലോ. അപ്പൊ അതിലെ ഏറ്റവും ബെസ്റ്റസ്റ്റ് ഫേവറേറ്റ് ഓഫ് മൂവി ഏതായിരിക്കും? വിക്രം, പിന്നെ കൈതി. എന്തുകൊണ്ടാ? ഭയങ്കര റിപ്പീറ്റ് വാല്യൂ. പിന്നെ ലിയോ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ലേ, വിക്രത്തിലെ സീൻസ് ഒക്കെ ഭയങ്കര റിപ്പീറ്റ് വാല്യൂ. കൈതിയിലെ സീൻസ് ഞാൻ കാണാറുണ്ട്. ഓക്കെ. ഏത് സിനിമയുടെ കോസ്റ്റ്യൂം സെറ്റ് ചെയ്യാനാണ് കുറച്ചുകൂടി കഷ്ടപ്പെട്ടത്? പിന്നെ ഞാൻ കഷ്ടപ്പെട്ടത് അത് ചിലത് എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് പാടാം. മീശയൊക്കെ കെട്ടാനും താടി ഇതാക്കാനൊക്കെ ചിലത് ഒറ്റയ്ക്ക് പാടാം. പിന്നെ ചിലത് ഭയങ്കര ഇറിറ്റേഷൻ വരും. കാരണം നമ്മൾ പ്രോ സാധനങ്ങളല്ല യൂസ് ചെയ്യുന്നത്. ഇത് ചൊറിച്ചിൽ വരും താടി. പിന്നെ നമ്മൾ ലോ കോസ്റ്റ് സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്, കോസ്മെറ്റിക്സ്. അപ്പോൾ ജോക്കറൊക്കെ ചെയ്ത സമയത്ത് ഒരു വെള്ള സാധനം തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കളയാനൊക്കെ ഭയങ്കര പാടാ. റിമൂവർ ഉണ്ട്, എന്നൊക്കെ അതിനകത്ത് അത്രയും സ്കിന്നിന് മോശം. പിന്നെ ബേസിലിൻ്റെ പടം വന്നു, മരണമാസിൽ മഞ്ഞ മുടിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോ മറ്റേ ഹോളിക്കല്ല യൂസ് ചെയ്യുന്ന എന്തൊരു പൊടി യൂസ് ചെയ്തു. അതൊന്നും സ്കിന്നിന് ഭയങ്കര മോശമാണ്. അപ്പം അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പറയില്ല, കെട്ടി വെക്കുന്നത് പടം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പുറകിലേക്ക് കിട്ടണമെങ്കിൽ ഇന്നലെ ഞാൻ ബാലയ്യയുടെ ഒരു സിനിമ ഞാൻ ചെയ്ത്, പിന്നെ അകണ്ടാറ്റു. അതിൽ മീശ ക്ലിപ്പ് ചെയ്യുന്ന മീശയാണ്. അപ്പം എനിക്ക് മീശയില്ലല്ലോ. പിന്നെ അപ്പോൾ മീശ എവിടെ ക്ലിപ്പ് ചെയ്യും? അപ്പോൾ ഞാൻ മീശ ഇങ്ങനെ കെട്ടി വെച്ച്. അപ്പോൾ അത് നമുക്ക് ഇതാക്കാൻ പറ്റില്ല, ഹൈഡാക്കാൻ പറ്റില്ല. കറുത്ത ചേട്ടൻ കൊണ്ട് കെട്ടിയിരിക്കുന്നത്. അപ്പം അതൊക്കെ പാടാ. പിന്നെ താടി ഒരു വൃത്തിയുടെ താടി, ചൊറിച്ചുള്ള താടിയാണ്. അങ്ങനെയൊക്കെ ഓരോ കുറേ ഇതുണ്ടാവാറുണ്ട്. നമ്മൾ ആക്ച്വലി ഇങ്ങനെ കാണുന്ന പോലെ അല്ല, അതിൻ്റെ പിന്നിൽ കുറേ ഹാർഡ് വർക്ക് ഉണ്ട്. വലിയ ഹാർഡ് വർക്കൊന്നുമില്ല, കുറച്ച്. സിനിമാക്കാർ പറയുന്ന അവർ ഇത്ര ഹാർഡ് വർക്ക് എടുത്തിട്ട് വരുന്ന സിനിമ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർ OG കോസ്റ്റ്യൂം ചെയ്തിട്ട് നമുക്കിത് ഇമിറ്റേഷൻ അല്ലേ. ഇതൊന്നും വലിയ ഹാർഡ് വർക്ക് ആയിട്ടും കാണുന്നില്ല. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി. തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങിപ്പോയൊരു സിനിമ? മിക്ക സിനിമകളും കാണുമ്പോൾ ഉറങ്ങിപ്പോയിട്ടില്ല. കാരണം ഉറങ്ങാൻ ഞാൻ സമ്മതിക്കൂല. ഞാൻ ഒന്നല്ലേ ബ്ലാക്ക് കോഫി കുടിക്കും, അല്ലെങ്കിൽ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കണ്ടൊന്ന് ഞെട്ടൂലേ നമ്മൾ, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ടെക്സ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഇതാവും, ഉറക്കം വരും. കംപ്ലീറ്റ്ലി അങ്ങനെ ഔട്ടായി പോകാറില്ല, പോയിട്ടില്ല. അങ്ങനെ ഓഫായി പോയിട്ടുണ്ട്. പിന്നെ പുഷ്പയ്ക്ക് പോയിട്ടാണ് ഞാൻ കുറേ ഇൻ്റർവ്യൂ പറഞ്ഞതാണ്. കാരണം ഓവർനൈറ്റ് ഉറങ്ങാതെ എങ്ങനെ പോയി, അത് പിന്നെ ഉറങ്ങിപ്പോയല്ലേ, ബോധം പോയതാണ്. കാരണം 4 മണിക്കായിരുന്നു ഷോ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ സിനിമയെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പിന്നെ അടുത്ത ഷോന് കയറി പറഞ്ഞു. ചിലത് എങ്ങനെയാണ്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചിലത് നമുക്ക് ഇതാവില്ല, മനസ്സിലാവില്ല, മൊത്തം ഹൈ ആയിട്ട് എന്താ മനസ്സിലാവും. അപ്പോൾ വീണ്ടും കാണേണ്ടി വരും. ആസിഫിൻ്റെ ഒരു പടം ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. പടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത്, ആസിഫ് ഒരു മറ്റേ റെയിൽവേ ഗാർഡായിട്ടുള്ളൊരു പടമുണ്ട്, ലെവൽ ക്രോസ്. ലെവൽ ക്രോസ് ഞാൻ കണ്ട് എനിക്കത് കണക്ഷൻ പോയി. ഞാൻ ഇതായി. പിന്നെ എനിക്ക് സിനിമ മനസ്സിലായില്ല എന്താ സംഭവിച്ചെന്ന്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ വീണ്ടും പോയി കണ്ടു. എന്താ റിവ്യൂ ചെയ്യൂല സിനിമ, എനിക്ക് കൺസീവ് ചെയ്യാതെ റിവ്യൂ ചെയ്യില്ല. പിന്നെ അത്തരം സിനിമകൾ നമുക്ക് ഹറിയില്ലല്ലോ ചെയ്യാൻ. ഹൈപ്പുള്ള സിനിമകളിലേ പെട്ടെന്ന് ചെയ്യേണ്ടതുള്ളൂ. പുഷ്പ ഭയങ്കര ഹറിയുള്ള സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഷോ കണ്ടത്. ഇല്ലേ പിന്നെ എപ്പോഴും പോയി കണ്ടാൽ മതി, എപ്പോഴും ഒരുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞാൻ ആക്ച്വലി മിക്ക സിനിമയുടെയും റിവ്യൂസ് കാണാറുണ്ട്. ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞാലും എല്ലാം കാണുമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ചില ഹൈപ്പ് ഉള്ള മൂവീസിൽ ചേട്ടൻ എന്താ പറയുന്നതെന്ന് കാണാൻ വേണ്ടി എനിക്ക് ഇഷ്ടമുണ്ട് കാണാൻ. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ഒക്കെ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം കണ്ടതിലും സംസാരിച്ചതിലും. ഇനിയും അടിപൊളിയായിട്ട് പോട്ടെ കാര്യങ്ങളൊക്കെ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഇഞ്ചി, മൈ മീൽ പാർട്ട്ണർ.